സ്നേഹമുള്ളവരെ, 73-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ടെ അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നിയത്. നീതിമാൻ പറയുന്നൊരു കാര്യം, ദുഷ്ടൻ തഴച്ചു വളരും. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നീതിമാന് എന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും സങ്കടവും. ദുഷ്ടനെ നോക്കും, പടുകുറ്റം വീടാണ്, 2ാമത്തെ നിലയാണ് വെച്ചുകൊണ്ട് വരുന്നത്. അടിപൊളി കാറ്, നല്ല സൂപ്പറായിട്ടുള്ള വസ്ത്രങ്ങളും. അവനൊരു കുഴപ്പമില്ല, അവന് തീവ്ര വേദനയുമില്ല, അവനൊരു ബുദ്ധിമുട്ടുമില്ല. അവൻ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ അഹങ്കാര വർത്താനം പറയുന്നു. അവൻ അഹങ്കാരം കൊണ്ട് മാലയണിയുന്നു. അവൻ അത്യുന്നതിനെ വെല്ലുവിളിക്കുന്നു, ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ഇത് കണ്ടിട്ട് അവനെ പ്രശംസിക്കാൻ കുറെ ആൾക്കാർ. അവനെ കണ്ടുപിടി. അവനൊന്നിനും പോകുന്നില്ല, ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ പോകുന്നില്ല, ഒരു പള്ളിയിൽ പോകാൻ പോകുന്നില്ല. എന്നിട്ട് അവൻ സമൃദ്ധിയായി വളരും. അപ്പൊ നീതിമാൻ പറയും, എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന നീതിമാന് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടുകളും മാത്രം. ഞാൻ ചോദിക്കും, ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവത്തിന് കണ്ണില്ലേ എന്നാണ് നീതിമാൻ ചോദിക്കുന്നത് 73-ാം സങ്കീർത്തനത്തിൽ. അങ്ങനെ നീതിമാൻ വിഷമത്തോടുകൂടി ദേവാലയത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും ദൈവം കാണിച്ചു കൊടുത്തു ദുഷ്ടൻ എവിടെയാ നിൽക്കുന്നതെന്ന്. ദുഷ്ടനെ ദൈവം വഴുവഴുപ്പുള്ള നിലത്ത് നിർത്തിയിരിക്കുകയാണ്. തെന്നുന്ന നിലത്താണ് ദുഷ്ടനെ നിർത്തിയിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും വീഴാം. നീതിമാനായ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായപ്പോഴത്തേക്കും നിങ്ങൾ വീണില്ലല്ല, നിങ്ങളെ വീഴ്ത്തത്തില്ല. നിങ്ങളെ വീഴ്ത്താതെ കൊണ്ട് നടക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് മുമ്പേ അതിനുള്ള പരിഹാരവും ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങളെ കൊണ്ട് എത്തിച്ചില്ലേ, ഇനിയും നിങ്ങളെ എത്തിക്കും. ദുഷ്ടൻ വഴുവഴുപ്പുള്ള നിലത്താണ് നിർത്തിയിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും വീഴും. സുഭാഷിതങ്ങൾ 24-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, നീതിമാൻ 7 തവണ വീണാലും അവൻ എഴുന്നേൽക്കും. ദുഷ്ടനെ ഒരൊറ്റ വീഴ്ചയുള്ളൂ, അതവന്റെ പൂർണ്ണ നാശത്തിലേക്കായിരിക്കും. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 31-ാം തിരുവചനം പറയുന്നു, നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെ അവസ്ഥ പറയാനുണ്ടാ? എന്തായിരിക്കും എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തീവ്രവേദനകൾ ദുഷ്ടനില്ല, ബുദ്ധിമുട്ടുകൾ ദുഷ്ടനില്ല, കഷ്ടപ്പാടുകൾ ദുഷ്ടനില്ല, ഒന്നും ദുഷ്ടനൊരു കുഴപ്പവും. പക്ഷേ നീതിമാനിന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവൻ അതിൽ നിന്നെല്ലാം ദൈവം വിടിവെച്ച് സംരക്ഷിക്കും. അതുകൊണ്ട് ദുഷ്ടന്റെയും പാപിയുടെ നേട്ടങ്ങളിൽ നിങ്ങൾ കണ്ണുവെക്കണ്ട, നിങ്ങൾ അസൂയപ്പെടേണ്ട. പ്രഭാഷകൻ 11-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൽ ശരണം വെച്ച് നീ നിന്റെ ജോലി ചെയ്യുക. നിങ്ങളെ കൈവെടിയത്തില്ലെന്ന്, നിങ്ങളെ വീഴ്ത്തത്തില്ല. നിന്നെ കൈക്കുമ്പിളിൽ നിന്റെ ദൈവം കൊണ്ടു നടക്കും. ദൈവം കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.